ഹായ് ഹലോ, പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ പത്രമാറ്റില് ഇപ്പോൾ ദേവയാനിയുടെ സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒരു നിമിഷം പോലും നയനെ വിട്ടുകൊടുക്കാതെ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ മുന്നിൽ നയനയോട് ദേവയാനി ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിൽ അത്രത്തോളം ദേവയാനിക്ക് നയനയോട് സ്നേഹമാണ്. ഒരിക്കലും എൻ്റെ മരുമകൾ ഇനി സങ്കടപ്പെടാൻ പാടില്ല, അവൾ എപ്പോഴും സന്തോഷവതി ആയിട്ടിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോഴും ദേവയാനിക്ക് നയനയോടുള്ളത്. ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരു എപ്പിസോഡിൽ, ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക? നയനെ എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർക്ക് എതിരെ നയനെ സംരക്ഷിക്കാനായിട്ട് കട്ടയ്ക്ക് നിൽക്കുവാണ് ദേവയാനി. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. രാവിലെ തന്നെ ദേവയാനി തൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കളയിൽ അങ്ങ് കൂടി. ദേവയാനി പറയുന്നുണ്ട്, അടുക്കള ഞാൻ കൈയടക്കി, ഇനി എന്തായാലും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും എന്ന് ദേവയാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നയനെ കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കുമ്പോഴും അവള് അവിടെ ഇരുന്നോട്ടെ, അവള് റെസ്റ്റ് എടുത്തോട്ടെ, എൻ്റെ മകന് അവളെ അത്രത്തോളം ഇഷ്ടമാണ്, എൻ്റെ മകന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല യഥാർത്ഥ കാര്യം. ദേവയാനിക്ക് ഒരിക്കലും എൻ്റെ മരുമകളെ സങ്കടപ്പെടാൻ പാടില്ല, അവൾ എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദേവയാനി ഇതെല്ലാം കാണിക്കുന്നത്. പക്ഷേ ദേവയാനി ഒരു കാര്യം പറഞ്ഞു, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ജാനകി അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ജാനകിയുടെ മനസ്സിലെ ദേഷ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ മരുമകളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ നയനെയും ഒരുമിച്ച് കൊണ്ടുവന്നില്ലേ, അതാണ് ജാനകിയുടെ ദേഷ്യം. അങ്ങനെ അതെന്തിനാണ് ഏട്ടത്തിയായിട്ട് നയനെ വിളിച്ചുകൊണ്ട് വന്നത്? നയനെ എൻ്റെ മരുമകളെ കൊണ്ടുവന്ന സമയത്ത് തന്നെ എന്തിനാണ് ഏട്ടത്തി നയനെയും കൊണ്ടുവന്നത്? അവളിപ്പോൾ നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയനോട് ജാനകി ഇതിനെപ്പറ്റി നമ്മുടെ അജയനോട് ജാനകി ഇതിനെപ്പറ്റി സംസാരിച്ചു. ആ സമയത്ത് അജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നയന എന്ന് പറയുന്നത് ഈ വീടിന്റെ വിളക്കാണ്, ഒരിക്കലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പറ്റത്തില്ല. നയനയാണ് ഈ വീടിന്റെ മരുമകളായിട്ട് ആദ്യമായി ഈ വീട്ടിലേക്ക് വന്നത്. നയന വന്നതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് എപ്പോഴും മൂത്ത മരുമകൾ നയന തന്നെ ആയിരിക്കും ഇവിടെ ആദ്യം വന്ന മരുമകള്. അതുകൊണ്ട് നയന തന്നെ ആയിരിക്കും, അവൾക്ക് തന്നെ ആയിരിക്കും ഇവിടെ പ്രാധാന്യം കൂടുതൽ. അതുകൊണ്ട് നിന്റെ മരുമകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ആരെന്തൊക്കെ പറഞ്ഞാലും ആരിവിടെ നിന്ന് പോയാലും നയന ഇവിടെ കാണും എന്ന് അജയനും പറഞ്ഞു. പക്ഷെ എൻ്റെ മരുമകൾ ഇപ്പൊ നല്ല ദേഷ്യത്തിലാണ്, അവളിനി എന്ത് ചെയ്യും, അവളിനി എങ്ങാനും വീട് വിട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ മകനെ സ്നേഹിക്കാതെ, മകന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കാതെ, എപ്പോൾ നോക്കിയാലും അവനോട് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി, ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനാമികയെ പോലും അവള് ഇറങ്ങിപ്പോയിക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല, അവള് പോയാലും ശരി നയന ഈ വീട്ടിൽ കാണണം എന്ന് അജയനും പറഞ്ഞു. എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ അനാമിക ഭയങ്കര ദേഷ്യത്തിലാണ്. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ തന്നെ നയനെ വല്യമ്മ എന്തിനു കൊണ്ടുവന്നു, ആ ഒരു ചോദ്യമാണ് അനാമികയ്ക്കുള്ളത്. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു അനി വരുന്നത്. അനിയോട് ചോദിച്ചു, അനി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവൾ ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ, നയന ഇവിടെ വരും എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ നിന്റെ കൂടെ വരത്തില്ലായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിന്നേനെ എന്ന് പറയുമ്പോഴും നീ ഇനി ഇവിടെ നിൽക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ വല്യമ്മയും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വന്ന് വിളിക്കാനായിട്ട് തയ്യാറായത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ നിന്നെ വന്ന് വിളിക്കത്തില്ലായിരുന്നു, നീ നിന്റെ വീട്ടിൽ തന്നെ സന്തോഷമായിട്ട് നിന്നോ എന്നൊക്കെ പറയുകയും, എന്നാൽ മനഃപൂർവ്വം അനി ഇങ്ങനെയെല്ലാം ചെയ്യുന്നതാണ്. നയനെ സ്നേഹിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നയനയുടെ അനിയത്തിയായ നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോയി കഴിഞ്ഞാലും നന്ദുവിനെ നിനക്ക് കല്യാണം കഴിക്കാനായിട്ടുള്ള അവസരം കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ അനാമിക സംസാരിച്ചു. എന്നാൽ അനാമികയുടെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല മറുപടി തന്നെ അനാമികയുടെ വായടപ്പിക്കുന്ന രീതിയിൽ അനി കൊടുത്തു. അനാമികയുടെ ചതിയും കൂടി പുറത്തായി കഴിഞ്ഞാൽ ഇനി എല്ലാം ശുഭമായിരിക്കും. അനാമികയുടെ കളികളെല്ലാം പിന്നെ ഇനി അവിടെ നടക്കത്തില്ല എന്ന് ഉറപ്പാണ്. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും തന്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി ദേവയാനി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അനാമിക വന്നു, ജാനകിയും ജലജയും വന്നു, ഒപ്പം തന്നെ നവ്യയും വന്നു. പക്ഷേ നയന വന്നില്ല. എന്തുകൊണ്ട് നയന വന്നില്ല എന്ന് ചോദിക്കുമ്പോഴും അവളവിടെ കെട്ടിലമ്മ ചമഞ്ഞിരിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ മോശമായിട്ട് ജലജ സംസാരിച്ചു.
എന്നാൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാം, അവൾ അവിടെ ഇരിക്കേണ്ടത് എന്തിനാ, അല്ലെങ്കിൽ എൻ്റെ മകന് സന്തോഷം അവൾ എപ്പോഴും കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് ഇനി അവളായിട്ട് കഴിക്കാതിരിക്കേണ്ട, ഞാൻ പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞ് നേരെ ദേവയാനി തന്നെ നയനെ പോയി വിളിച്ചു. നയനെ പോയി വിളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നയന പറഞ്ഞത്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാൻ അതുകൊണ്ട് എല്ലാവരും കഴിച്ചിട്ട് വന്ന് കഴിച്ചോളാം എന്ന് പറയുമ്പോഴും വേണ്ട, നീ ഇപ്പോൾ വന്ന് കഴിച്ചാൽ മതി, ഇനി നിന്റെ വീട്ടുകാരെങ്ങാനും വിളിച്ചു പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താനായിട്ടാണോ എന്നുള്ള രീതിയിൽ അവിടെ ദേവയാനി സംസാരിച്ചു. എന്നാൽ ഒരിക്കലും എൻ്റെ അമ്മയോ വീട്ടുകാരെ അനാവശ്യമായിട്ട് വിളിച്ചു പറയുക, അവരോട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് അങ്ങനത്തെ സ്വഭാവമൊന്നും എനിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ദേവയാനി കരൾ തന്ന പെൺകുട്ടിയെ കുറിച്ച് ചോദിച്ചത്. എന്നാൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അത്രത്തോളം മനസ്സിന് നന്മയുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് കരൾ തന്നത്, അത് ഉറപ്പാണ്, അങ്ങനെയുള്ള പെൺകുട്ടികളാണ് യഥാർത്ഥത്തിൽ വീടിന്റെ മരുമകളായിട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദേവയാനിക്ക് അറിയാൻ തന്റെ മരുമകളാണ് കരൾ തന്നതെന്നും അതുകൊണ്ട് തന്റെ മരുമകളെ തന്നെയാണ് പുകഴ്ത്തുന്നത് എന്ന് ദേവയാനിക്ക് അറിയാമെങ്കിലും നയന ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല തന്റെ അമ്മ സത്യം അറിഞ്ഞിട്ടാണെന്ന്. ചില സമയത്ത് ദേവയാനിയുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നയനയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്, അമ്മ എന്തെങ്കിലും സത്യം അറിഞ്ഞിട്ടാണോ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സത്യം അറിയാമോ എന്നൊക്കെയുള്ള. പക്ഷെ പെട്ടെന്ന് തന്നെ ദേവയാനി പറയും, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവരെന്നെ ഇനി ഒറ്റപ്പെടുത്തും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ നയനയും അത് കാര്യമാക്കാതെ വിശ്വസിക്കും. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ജലജ ശ്രമിച്ചു. മാത്രമല്ല, നീ ഇത്രയും നാള് രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീ ഇവിടെ ഇല്ലാതിരുന്ന അത്രയും നാളും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു, നീ ഇല്ലാതിരുന്ന 2 മാസം സുഖമായിരുന്നു എന്ന് പറയുമ്പോഴാണ് നയന ആ കാര്യം എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാം, നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുക എന്നെടുത്ത് പറയുകയും ആ ഒരു വാക്ക് ദേവയാനിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. എൻ്റെ മരുമകൾ ഇവിടെ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല, അതുകൊണ്ട് ദേവയാനി പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് പോകേണ്ട യാതൊരു കാര്യവുമില്ല എന്ന്, എൻ്റെ മകന്റെ സന്തോഷത്തിനാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് മരിക്ക് ഭക്ഷണം കഴിക്കുന്ന ഇവിടെ തന്നെ നിന്നാ മതി, ദേവയാനി സംസാരിച്ചു. എന്നാൽ അമ്മ ദേഷ്യത്തിലാണെങ്കിൽ പോലും നയന ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്തെല്ലാം ദേവയാനി നയനെ കഴിക്കുന്നതും ആസ്വദിച്ച് കഴിക്കുന്നതെല്ലാം കണ്ട് രസിക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്റെ സന്തോഷം ആദർശിനെ വിളിച്ചു പറയുവാണ്. അമ്മ വന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എന്നെ കൊണ്ടിരുത്തി, അമ്മ വിളമ്പി തന്ന ഭക്ഷണം ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് തന്റെ സന്തോഷം പങ്കുവയ്ക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഒരു ഭാഗത്ത് തന്റെ മരുമകളെ അത്രത്തോളം സ്നേഹിക്കുന്ന ദേവയാനി, മറുഭാഗത്ത് നയനെ കൊല്ലാൻ വേണ്ടിയിട്ട്, നയനെ ഏതെങ്കിലും വിധേനെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ജലജയും ജാനകിയും നമ്മുടെ അനാമികയൊക്കെ. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക? അനാമികയെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എല്ലാ രഹസ്യങ്ങളും ദേവയാനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത്? അത് മാത്രമല്ല, ഇനി തന്റെ അമ്മ സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം ആദർശും ജയനും നയനയൊക്കെ മനസ്സിലാക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.